അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് റിക്വസ്റ്റ് വരുന്നൊരു കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകൾ, ഒരു 20,000 രൂപ റേഞ്ചിൽ കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് കമൻറ്റ് വന്നിരുന്നു, ഇതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ 20,000 രൂപ, 17,000 രൂപ, 15,000 രൂപ റേഞ്ചിൽ വരുന്ന സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളുടെ ഒരു വീഡിയോ ഇടാൻ. അപ്പോൾ അതാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന, നല്ലപോലെ സർവീസ് കിട്ടുന്ന ഒരു 5 സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 10,000 രൂപയിൽ താഴെയാണ് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ്. അതിന് നമുക്ക് 2 ടൈപ്പ് ബൈക്കുകൾ ലഭ്യമാണ്. ഒന്ന് കിക്ക് സ്റ്റാർട്ട് മോഡൽസ് ഉണ്ട്, പിന്നെ സെൽഫ് സ്റ്റാർട്ടുള്ള മോഡൽസ് ഉണ്ട്. കിക്ക് സ്റ്റാർട്ട് മോഡൽസ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞാൻ ആദ്യം അതിനെക്കുറിച്ച് സംസാരിക്കാം. കിക്ക് സ്റ്റാർട്ട് മോഡലിൽ നമ്മൾ ആദ്യം പറയുന്ന വണ്ടി ഹീറോ ഹോണ്ടയുടെ വണ്ടികളാണ് കൂടുതൽ ഇതിൽ സംസാരിക്കുന്നത്. കാരണം നമുക്ക് സർവീസ് കിട്ടുന്നത് സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഹീറോ ഹോണ്ടയുടെ വണ്ടികളാണ്. അപ്പോൾ ആദ്യം ഹീറോ ഹോണ്ടയുടെ CD ഡോൺ, CD ഡീലക്സ് മുതലായ വണ്ടികളാണ്. ഇപ്പോൾ പുതിയതായിട്ട് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടികൾ, ഒരു 2008 മോഡൽ, 2007 മോഡൽ വണ്ടികളെല്ലാം അത്യാവശ്യം നല്ലപോലെ മൈലേജ് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് സർവീസ് ചെയ്ത് മെയിനായിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടിയാണെങ്കിൽ നമുക്കൊരു 60-നും 65-നും ഇടയിൽ മൈലേജ് എന്തായാലും കിട്ടുന്നതാണ്. ചെറിയ എഞ്ചിനാണ്, 100cc 110cc പോലെ ചെറിയ എഞ്ചിനാണ് ഇതിന് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ മൈലേജ് കിട്ടും, ബോഡി ക്വാളിറ്റി ഉള്ളതാണ്, എല്ലാ സ്പെയർ പാർട്സും അവൈലബിൾ ആണ്. ഇതെല്ലാം ഒരു 5 വർഷം പേപ്പറുള്ള വണ്ടി നമുക്കൊരു 17,500, 15 രൂപ ആ റേഞ്ചിൽ ഒരുപാട് വണ്ടികൾ ഇവിടെ കിട്ടാനുണ്ട്. അതിപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ OLX, ഫേസ്ബുക്ക് മുതലായുള്ളതിൽ ചെക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. പിന്നെ അത് കൂടാതെ വരുന്നത് കിക്ക് സ്റ്റാർട്ട് മോഡലിൽ പിന്നെ കുറച്ചുകൂടി ഡിമാൻഡുള്ള വണ്ടികളാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ, CD100 SS, പിന്നെ ബജാജിൻ്റെ പ്ലാറ്റിന, ബജാജിൻ്റെ CT100. ഇപ്പോൾ പ്ലാറ്റിന, CT100 മുതലായെല്ലാം ഇതുപോലെ സെയിം CD ഡീലക്സ്, CD ഡോൺ സെയിം കാറ്റഗറി തന്നെയാണ്. 5 വർഷം പേപ്പറുള്ള വണ്ടി ഒരു 17 രൂപ, 18 രൂപയ്ക്ക് ഒത്തിരി വണ്ടികൾ ഇവിടെ നമ്മളുടെ അടുത്ത് തന്നെ കൊടുക്കാനുണ്ട്. നിങ്ങൾ ഫേസ്ബുക്ക്, OLXലെല്ലാം ചെക്ക് ചെയ്താലും കിട്ടുന്നത്. മൈലേജ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും, കാരണം വണ്ടിക്ക് വെയിറ്റ് കുറവാണ് ഹീറോ ഹോണ്ടനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്, സർവീസ് എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു 5 കൊല്ലം പേപ്പർ, 4 കൊല്ലം പേപ്പറുള്ള വണ്ടിക്ക് ഒരു 15 രൂപ, 16 രൂപയൊക്കെ കിട്ടുന്നതാണ്. മൈലേജ് ഒരു 70 മൈലേജ്, നല്ല വണ്ടിക്ക് ഒരു 70 വരെ മൈലേജ് ബജാജിൻ്റെ CTക്കായാലും പ്ലാറ്റിനക്കായാലും കിട്ടും. പിന്നെ അടുത്തത് 1ാം സ്ഥാനം നമ്മൾ സംസാരിക്കുന്നത് ഹീറോ ഹോണ്ടയുടെ CD100 SS, സ്പ്ലെൻഡർ. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, ഏറ്റവും എൻക്വയറിയുള്ള 2 വണ്ടികളാണ്. നമുക്കൊരു 5 വർഷം പേപ്പറുള്ള വണ്ടി ഒന്നും 20,000 രൂപ കിട്ടില്ല. ഒരു 2 കൊല്ലം പേപ്പറുള്ളത്, അല്ലെങ്കിൽ 1 വർഷം പേപ്പറുള്ള സ്പ്ലെൻഡർ, അതായത് ഒരു 2002, 2003 സ്പ്ലെൻഡർ, Euro 1 അല്ല, Euro 2, Euro 3, 2002, 2003 സ്പ്ലെൻഡറൊക്കെ ഒരു 20,000 റേഞ്ചിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടും. സെയിം തന്നെ ടെസ്റ്റ് എടുത്തേക്കുന്ന CD100 SS, CD100 മുതലായവയെല്ലാം നമുക്കൊരു 20,000 റേഞ്ചിൽ കിട്ടും. 5 കൊല്ലം പേപ്പറുള്ള CD100 SS നമുക്കൊരു 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇഷ്ടംപോലെ വണ്ടികൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കൊടുക്കാനുണ്ട്. രണ്ടിനും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും, ഒരു 70 റേഞ്ച് മൈലേജ് കിട്ടും. നല്ല എഞ്ചിൻ കണ്ടീഷനുള്ള വണ്ടിക്ക് ഒരു 70 റേഞ്ച് മൈലേജ് കിട്ടുന്നതാണ്. സ്പ്ലെൻഡറായി തന്നെയും ഒരു 60-65 റേഞ്ച് മൈലേജ് കിട്ടുന്നതാണ്. എപ്പോൾ കൊടുത്താലും കാശാണ്, റീസെയിലാണ്, സർവീസ് എല്ലാവരും ചെയ്യും. അപ്പോൾ ഈ ഒരു 20,000 രൂപ റേഞ്ചിൽ നല്ലപോലെ മൈലേജ് കിട്ടുന്ന വണ്ടികളിൽ നമ്മൾ ഫസ്റ്റ് സ്ഥാനം കൊടുക്കുന്നത് സ്പ്ലെൻഡറിനാണ്. സെക്കൻഡ് സ്ഥാനം വരുന്നത് CD100 SS. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ ആണെന്ന് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി മറ്റേതെങ്കിലും വാഹനങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി മൈലേജ് കിട്ടുന്ന, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വരുന്നതെങ്കിൽ എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്താം. നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.